എൻ്റെ യൂട്യൂബ് ഫാമിലിയിലെ എല്ലാ അംഗങ്ങൾക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരെയും പുതിയൊരു വീഡിയോയിലോട്ട് ക്ഷണിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, അതായത് ഏതൊരു യൂട്യൂബറായാലും നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ ഏതൊരു യൂട്യൂബറായാലും കൊതിക്കുന്ന ഒന്നാണ് 1000 സബ്സ്ക്രൈബറും 4000 മണിക്കൂർ വാച്ച് അവറും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. അതിൽ ഈ 1000 സബ്സ്ക്രൈബർ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പലരും ആക്കാറുണ്ട്. പക്ഷെ എന്നാൽ ഈ 4000 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു ബാലികേറ മലയായിട്ടാണ് പലർക്കും അനുഭവപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ 4000 മണിക്കൂർ നിങ്ങൾക്ക് 3-4 മാസത്തിനുള്ളിൽ നേടാൻ പറ്റിയ പുതിയൊരു ടെക്നിക്, ന്യൂ വേർഷൻ ഓഫ് ടെക്നിക്, അതാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഓരോ പോയിന്റും ബേസ് വെച്ച് കാണുക, ഓരോ പോയിന്റും മനസ്സിലാക്കി തന്നെ കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും 3-4 മാസത്തിനുള്ളിൽ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 4 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മോണിറ്റൈസ് ആവാൻ പറ്റും. ഇതെങ്ങനെയാണെന്നല്ലേ ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്, ഒരു ബ്രൗസറിനെ കുറിച്ചാണ്. അതായത് MAIAR, അതായത് ഞാൻ കൂട്ടി പറയുന്നില്ല, പലരും തെറ്റിദ്ധരിക്കാൻ പലരും ഉണ്ടാവും, ഞാനത് കൂട്ടി പറയുന്നില്ല. ആ ഒരു ബ്രൗസറിനെ കുറിച്ചാണ്. അത് പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ആ ബ്രൗസറിലൂടെയാണ് നമ്മൾ, അതായത് പാവപ്പെട്ടവൻ്റെ മൾട്ടി ടാബ് എന്ന് പറയുന്ന ബ്രൗസറാണ്. അതായത് ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും ഒക്കെ ഒരുപാട് ആൾക്കാർ മൾട്ടി ടാബ് ചെയ്തിട്ട് പെട്ടെന്ന് ഇതുപോലെ നേടിയെടുക്കുന്നുണ്ട് വാച്ച് അവറൊക്കെ. അതുപോലെ തന്നെ പാവപ്പെട്ടവൻ്റെ മൊബൈലിൽ നിന്ന് തന്നെ നമുക്ക് നേടാൻ പറ്റിയ ഒരു ബ്രൗസറാണ് ഞാൻ ഈ പറഞ്ഞ ബ്രൗസർ. സപ്പോസ് ഒരു ഉദാഹരണത്തിനായി നിങ്ങൾ 5 മെമ്പേഴ്സ് ഉണ്ടെന്ന് കരുതുക. 5 മെമ്പേഴ്സും 2 മണിക്കൂർ വീതമുള്ള പ്ലേലിസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾ 5 പേരുണ്ടെങ്കിൽ സാധാരണ നോർമലായിട്ടൊരു ഇത് ചെയ്യുകയാണെങ്കിൽ, ടാസ്ക് ചെയ്യുകയാണെങ്കിൽ 5x2 ഓരോരുത്തരുടെയും 2 മണിക്കൂർ നമ്മൾ കാണുമ്പോൾ 5x2 10 മണിക്കൂർ. 10 മണിക്കൂർ നമ്മൾക്ക് പോകുന്നുണ്ട്. 10 മണിക്കൂർ പോകുന്നുണ്ട്. നമ്മൾ 4 ID വെച്ചിട്ട് ചെയ്യുമ്പോൾ 40 മണിക്കൂർ വേണം. 40 മണിക്കൂർ എന്ന് വെച്ചാൽ ഇപ്പോൾ എത്രയായി? 24, 48, 2 ദിവസത്തിനടുത്ത് വരുന്നുണ്ട്. പക്ഷെ അതല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ബ്രൗസർ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരാളുടെ ഒരു നമ്മൾ ഒരുപാട് ടാബായിട്ട് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഈ ബ്രൗസറിലൂടെ നമുക്ക് ടാബായിട്ട് കാണാൻ പറ്റും. ഒരു ടാബിൽ നിന്ന് തന്നെ, ഒരു ടാബ് നമ്മൾ ഓപ്പൺ ആക്കിയാൽ തന്നെ അതിൽ ഈ 5 പേരുടെ ചാനലും നമ്മൾക്ക് സെർച്ച് ചെയ്തിട്ട് ഈ 5 പേരുടെ വീഡിയോസ്, 10 മണിക്കൂറുള്ള വീഡിയോസ് നമുക്ക് ടാബിൽ ചെയ്തു വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ടാബ് ഓപ്പൺ ചെയ്തിട്ട് അതുപോലെ ചെയ്യാൻ പറ്റും. ഈ 5 ടാബുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലഭിക്കുന്ന 10 മണിക്കൂറുകൾ കൊണ്ട് തന്നെ നമുക്ക് 40 മണിക്കൂർ നമുക്ക് കിട്ടും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ 10 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് 40 മണിക്കൂറാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്തേണ്ട ഒരു ബ്രൗസറാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാച്ച് അവർ കിട്ടുന്നില്ല എന്ന് കഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ഗിഫ്റ്റാണിത്. ഗിഫ്റ്റിംഗ് നിങ്ങൾ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്താലേ എന്തും നടക്കുകയുള്ളൂ. കുറച്ച് തന്ത്രപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വാച്ച് അവർ, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് പോലെ ഒരു ദിവസം ഒരു 40 മണിക്കൂർ കിട്ടിയെന്ന് വെച്ചാൽ ഒരു മാസം നിങ്ങൾക്ക് എത്രയാവും? 3x4 12 1200 മണിക്കൂറുകളാണ്. അത് സപ്പോസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ 5 പേരെ മാത്രം വെച്ചിട്ടാണ്. നിങ്ങൾക്ക് 10 പേരുണ്ടെങ്കിൽ അതിലും കൂടും, നേരെ ഡബിൾ ആകും. 1200 മണിക്കൂറാണ് ഒരു മാസത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു മാസത്തിൽ 1200 മണിക്കൂറുകൾ കിട്ടിയാൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 1200, 2400, 3 മാസം 4 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മോണിറ്റൈസ്ഡ് 4000 മണിക്കൂർ എന്ന കടമ നിങ്ങൾക്ക് കടക്കാൻ പറ്റും. തീർച്ചയായിട്ടും എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഇനി ഒന്നും ചിന്തിക്കാനൊന്നുമില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ബ്രൗസർ, അതാണ് ആ ബ്രൗസർ നിങ്ങൾ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ ബേസിക്സ് ഓരോ കാര്യങ്ങളും പഠിക്കണമെന്നുള്ള ഞാൻ സ്ക്രീൻ റെക്കോർഡർ സഹിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളത് വ്യക്തമായിട്ട് പഠിച്ചിട്ട് നിങ്ങളത് ചെയ്യുക. നിങ്ങൾ ഗ്രൂപ്പായിട്ട് തന്നെ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും 4000 മണിക്കൂർ കടമ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ സാധിക്കും. ഹാർഡ് വർക്ക് ഈസ് ദ ബെറ്റർ വേ. ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തതിന് നമുക്ക് ഗുണം കിട്ടാതിരിക്കില്ല. നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം നമ്മൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള മേയർ ആപ്പിലേക്ക് പോകുക. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻ്റർഫേസ് ആണ് ലഭിക്കുക. നമ്മളിവിടെ youtube.com എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെർച്ച് ചെയ്യുക youtube.com. യെസ്, ഓക്കെ. നമ്മൾ ഡയറക്റ്റ് യൂട്യൂബിലേക്ക് പോവുകയാണ്. നമ്മൾ അവിടെ ഏത് ഇതാണോ നമ്മൾ ടാസ്കിനായിട്ട് ചെയ്യേണ്ടത് അത് നമ്മൾ സെർച്ച് ചെയ്യുകയാണ്. ഞാനിവിടെ സപ്പോസ് ഉദാഹരണത്തിനായിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. എൻ്റെ ചാനൽ ID തന്നെയാണ് ഞാനിവിടെ കൊടുക്കുന്നത്, Techinfosolutionbyhari എന്ന് പറയുന്നത്. അതും ഞാനിപ്പോൾ 2 മണിക്കൂറിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ പോവുക. 2 മണിക്കൂർ പ്ലേലിസ്റ്റ് നമ്മളൊന്ന് ടാപ്പ് ചെയ്യുന്നു, പ്ലേ ഓൾ എന്ന് കൊടുക്കുക. ഓക്കെ, അതവിടെ പ്ലേ ആവുകയാണ്.
ഓക്കെ, സപ്പോസ് അതിന് താഴത്തായിട്ട് പ്ലസ് ബട്ടൺ കാണും. ആ പ്ലസ് ബട്ടൺ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും രണ്ടാമത്തെ ടാബ് കൂടെ നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ വീണ്ടും ഇവിടെ സപ്പോസ് ഉദാഹരണത്തിന് മാത്രമാണ് ഞാൻ ഇവിടെ ടെക്കിൻഫോ സൊല്യൂഷൻ ബൈഹാരി എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ടാസ്കിനായിട്ട് ചെയ്യുന്ന ഇത് വേണം ചെയ്യാം. ഇവിടെ വീണ്ടും പ്ലേലിസ്റ്റിൽ പോവുകയാണ്. ഇവിടെ 2 മണിക്കൂറുള്ള പ്ലേലിസ്റ്റ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ സപ്പോസ് 2 ടാബ്, ഓക്കെ, 2 ടാബ് ഇവിടെ പ്ലേ ആവുകയാണ്. നമ്മൾ ഒന്നിവിടെ പ്ലേ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ അതിൽ പോവുക. അതിൽ പോയിട്ട് അതിൻ്റെ ഭാഗത്തൊരു റിഫ്രഷ് ബട്ടൺ കാണാം, അതൊന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് പ്ലേ ആവുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇനി സെറ്റിങ്സിലോട്ടാണ് പോകുന്നത്. ഇനി സെറ്റിങ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഓക്കെ അവിടെ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സെറ്റിങ്സിലോട്ട് പോകുന്നു. സെറ്റിങ്സിൽ നമ്മൾ ചെയ്ത് വെക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവിടെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ പ്ലേ ബാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ഓണിൽ തന്നെ വെക്കുക. അത് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓണിൽ തന്നെ വെക്കുക. പിന്നെ വരുന്ന ഇവിടെ സൗണ്ടാണ്. സൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സൈറ്റ് സെറ്റിങ്സിൽ പോകുമ്പോൾ നമുക്ക് ഇവിടെ സൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. ആ സൗണ്ട് ഓഫിൽ തന്നെ വെക്കുക. കാരണം ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ടുകൾ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ അത് ബോറടിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ ഓഫിൽ തന്നെ വെക്കുക. തീർച്ചയായിട്ടും നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ എത്തിച്ചു കൊടുക്കുക. ഇനിയും ഒരുപാട് ടെക് സംബന്ധമായിട്ട് ഇൻഫോർമേഷൻ സംബന്ധമായിട്ടുള്ള യൂട്യൂബ് ടിപ്സും മറ്റുള്ളതുമൊക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസുമായിട്ട് നമുക്ക് മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.